here when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. There's some days I... ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഭീമാപള്ളിയിൽ ഇന്ന് പോയത്. ഭീമാപള്ളിയിൽ പോയത് സംഭവം വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ മാറാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ഇത്തിരി ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് മാറി കിട്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായി ഞാൻ അവിടെ ഭീമാപള്ളിയിലൊക്കെ പോയിട്ട്. അപ്പം ഭീമാപള്ളിയിൽ പോയ സമയത്ത് ഒന്ന് രണ്ട് സാധനം മേടിക്കണമെന്ന് മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം കണ്ടു, മേടിച്ചു. പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു വെറൈറ്റി സാധനം കിട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഗൾഫിലെ പ്രോഡക്റ്റാണത്. സാധാരണ നമ്മൾ തിരുവനന്തപുരത്തെ ഗൾഫെന്ന് പറയും ഭീമാപള്ളി. അപ്പോൾ പോയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്ന് മേടിച്ച രണ്ടല്ല 3 സാധനം മേടിച്ചു. അതിലൊന്നാണ് ഈ പിറകെ ഇരിക്കുന്നത്. ഇതിൻ്റെ സെറ്റിംഗ് വീഡിയോ ഇത് രാമൻകുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇതിൻ്റെ സെറ്റിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ ഇന്ന് മേടിച്ച 2 പ്രോഡക്റ്റ് സംഭവം ഞാൻ അൺബോക്സ് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തരാം. നമ്മൾ സാധാരണ ഒരു പവർ ബാങ്കാണിത്. പക്ഷേ ഞാൻ പവർ ബാങ്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പവർ ബാങ്ക് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ ഈ ഒരു സാധനം എനിക്ക് കാണിച്ചു തന്നു. ഒരു പുതിയ വെറൈറ്റി പവർ ബാങ്ക് ഉണ്ട്, ഇത് വേണമെങ്കിൽ കാണിച്ചു തരാമെന്നാണ് അങ്ങനെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാ നിങ്ങൾക്ക് കാണാം. ഐഫോണിൻ്റെ ഇതുണ്ട്. പിന്നെ നമ്മൾ മറ്റേ പഴയ ഫോണിൻ്റെ മറ്റേ ഒരു എന്താണെന്ന് പറയുക സി ടൈപ്പിന് മുമ്പുണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പിന്നെ സി ടൈപ്പ്. പിന്നെ ഇത് എന്തിനാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇത് എന്തിൻ്റെ ചാർജറാണോ? ഇവിടെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, കിട്ടി. ഇത് എന്തെൻ്റെ ചാർജറാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് USB എന്ന് കൊടുത്തതാണ്. എന്തിനാണ് സംഭവം എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ഇതുവരെ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. ഇത് 3 എനിക്കറിയാം, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല, അതുകൊണ്ട് എനിക്കറിഞ്ഞൂടാ. സംഭവം ഇതിൻ്റെ വില 1200 mAh കാണാമോ? സോളാർ ചാർജർ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. സോളാർ ചാർജറാണ് ഇത്. നമുക്ക് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോകാൻ നേരത്ത് വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും എന്നാണ് പറയണത്. അങ്ങനെ പിന്നെ എന്തായാലും ഇത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇത് മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ വില 1200 രൂപയാണ്. പക്ഷേ സാധനം ഒർത്താണ്. ഗൾഫിലെ സാധനം എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ഗ്യാരണ്ടിയോ വാരണ്ടിയോ ഒന്നുമില്ല. ഈ JRD അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. പക്ഷെ ഉപയോഗിച്ചിടത്തോളം സാധനം കൊള്ളാം. ഇത് ഞാൻ മേടിക്കാൻ കാരണം അവിടെ റിയൽമിയുടെയും സാംസങ്ങിൻ്റെ അങ്ങനെ ഒരുപാട് പവർ ബാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ മേടിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അഥവാ ചാർജ് ഇതിൽ തീർന്നാലും ഓട്ടോമാറ്റിക്കലി സോളാർ വഴി ചാർജ് കയറുമല്ലോ, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. പിന്നെ രണ്ടാമത് എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമായിരുന്നു ഇത് നമ്മൾ ബാർബർ ഷോപ്പിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ന് അവിടെ ചെന്നപ്പം ഇതും മേടിച്ചു. ഇത് പ്രധാനമായിട്ട് വാങ്ങിച്ചത് താടി ട്രിം ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ എൻ്റെ ചെവിയിൽ ഇവിടെ ഒരു അച്ഛന് ഉള്ളതുപോലെ എനിക്കിവിടെ ഒരു പൂട വരും 2 സൈഡിൽ ചെവിയിൽ. എല്ലാ പയ്യന്മാരൊക്കെ ചിലപ്പം പറഞ്ഞ് കളിയാക്കാൻ ചെയ്യും, പിള്ളേച്ചൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് മെയിനായിട്ട് എടുത്ത് കളയാൻ വേണ്ടിയാണ് ഈ സാധനം വാങ്ങിച്ചത്. ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ? ഇതിന് എത്രയായിരുന്നു? 250 രൂപ. വെറും 250 രൂപയുള്ളൂ ഈ സാധനം. 250 260 260 തോന്നുന്നത്. 250 260 ഭീമാപള്ളിയിൽ. അങ്ങനെ ഈ സാധനം മേടിച്ചു. ഇതിൻ്റെ കൂടെ ഉള്ള സെറ്റപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്ററി കിട്ടി. പിന്നെ ആ ബാറ്ററി നമുക്ക് USB കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതാ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അതാ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാം. പിന്നെ ഇത് സെറ്റ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പ്രവർത്തനം ഏത് തലയാണ് ഇവിടെ ഉള്ളത്? മേളിൽ ഈ തല തന്നെ തോന്നുന്നു. ബാക്കിലാണ് ഇതിൻ്റെ സ്വിച്ച് പറഞ്ഞത് കേട്ടോ. ഓക്കെ, സംബന്ധം ഞാൻ അവിടെ വെച്ച് നോക്കിയായിരുന്നു. നല്ലൊരു ഇതുണ്ട്.
അത് കൊള്ളാം. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസൈൻ കണ്ട, നല്ല രസമുണ്ടല്ലേ, ചുറ്റും നല്ല വെറൈറ്റി ഡിസൈൻ. ഇതൊരു സ്വിച്ചാണ്, സ്വിച്ചല്ല, അതതിൻ്റെ ഡിസൈനാണ്. സംഭവം കൊള്ളാം. സൗണ്ട് കേൾക്കണോ? ഇവിടെ മൈക്ക് എവിടെ? ആ, സംഭവം കൊള്ളാം കേട്ടാ, ഞാൻ ഉപയോഗിച്ച് നോക്കി, കൊള്ളാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തൊരു ഒരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്, എന്തൊരു ഒരു സൊല്യൂഷൻ. ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും സെറ്റപ്പാണ് ഇതിനകത്ത് ഉള്ളത്. ഉപയോഗമുള്ള ഒരു സാധനം തന്നെയാണത്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷേ പെരുമാറാൻ കുഴപ്പമില്ല, നല്ല ഇതുണ്ട്. ഇത് നമുക്ക് അതുപോലെ തന്നെ തിരിച്ച് വയ്ക്കാം. അതിൻ്റെ കൂടാതെ മറ്റേ ഇത് ഇതിൻ്റെ പേരെന്തെന്നാണ് പറയണത്, ഇത് ഓരോ ഇതിനകത്ത് അതാണ് MM ഒരു MM, അതും ഒരു MM ആണ്. ഇത് 3 MM. അങ്ങനെയുള്ള ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ, പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ളൊരു ബ്രഷ്, ഇത്രയും സാധനം കിട്ടി. 250 രൂപയ്ക്ക് എന്തൊരു നഷ്ടം. ഈ 250 രൂപയ്ക്ക് ഒരു നഷ്ടമില്ല. ഈ സാധനത്തിൻ്റെ ഈ വർക്കായി ഇവിടെ വേണ്ട, ഈ വർക്ക് തന്നെ നോക്കിയാണെങ്കിൽ ഇത് നല്ല ഭംഗിയുണ്ട്. ഈ വർക്കിന് തന്നെ കൊടുക്കണം പൈസ. 250 രൂപയ്ക്ക് ഒരു നഷ്ടമില്ല. അങ്ങനെ ഈ 2 സാധനമാണ് നമ്മളിന്ന് ഭീമാപ്പള്ളി പോയപ്പം മേടിച്ചത്. അപ്പം ഭീമാപ്പള്ളി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.